ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ 4 മണി പലഹാരം മറ്റൊന്നുമല്ല, മുളക് ബജിയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ മുളക് ബജി ഉണ്ടാക്കാനുള്ള ബജി മുളക് നമ്മൾ കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ബജി മുളക് 2 ടൈപ്പ് ഉണ്ട്. നല്ല എരിവുള്ള ടൈപ്പ് ഉണ്ടാകും, പിന്നെ അത്ര എരിവില്ലാത്ത ടൈപ്പും ഉണ്ട്. ഇത് കുറച്ച് എരിവുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ നടുവിൽ കീറിയിട്ട് ഉള്ളിലുള്ള കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല എരിവൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ നിങ്ങൾക്ക് നല്ല എരിവിലാണ് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുരുവൊന്നും കളയേണ്ടതില്ല. ഡയറക്റ്റ് അങ്ങനെ ജസ്റ്റ് ഒരു കീറൽ കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ നമ്മൾ തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ബ്ലെൻഡറിലാണ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലെൻഡറിൽ 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇത് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ബേക്കിംഗ് പൗഡർ. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്, വെളുത്തുള്ളിയുടെ പേസ്റ്റ്. വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ചതച്ച വെളുത്തുള്ളിയാണ്. 2 അല്ലി ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഫൈനലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കടലമാവ് അളന്നിട്ടുള്ള സെയിം കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാണ്, നല്ല ലൂസായിട്ടാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, മുളകിൻ്റെ മുകളിൽ നല്ലപോലെ സ്റ്റിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് മുളക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കീറിയിട്ട് ഇതിൻ്റെ കുരു കളയാൻ മറക്കണ്ട. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം മുളക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. നമ്മളിതിലേക്ക് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഡിപ്പ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചൂടെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. ഇതിനി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുളക് ബജി പെർഫെക്റ്റ് ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചട്നി തയ്യാറാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചട്നിയാണ്, അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് 2 വലിയ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചട്നീൻ്റെ ഇൻഗ്രീഡിയൻസ്. നമ്മളിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തട്ടുകടയിലൊക്കെ ബജിയുടെ കൂടെ കിട്ടില്ലേ ചട്നി, അതുപോലത്തെ ടേസ്റ്റാണ്. അപ്പം ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ബജിയുടെ കൂടെ തീർച്ചയായിട്ടും ചട്നി കൂടി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.